ചെക്ക് പോസ്റ്റ് വഴി മെയിൻ റോഡാണ് ഇപ്പോൾ ആന ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഞാൻ ഒരാനയെ കണ്ടുള്ളൂ. ബാക്കി പറമ്പിലുണ്ടോന്ന് അറിയത്തില്ല. ബാക്കിയുള്ളവർ പറയുന്ന അയൽവാസികൾ പറയുന്ന ഒരു കൂട്ടം ആനയാണ് എന്നാ പറയുന്നത്. താഴെ പറമ്പിലും തെങ്ങ് കവുങ്ങൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല. അത് അയൽവാസികൾ അറിഞ്ഞു. അവർ പടക്കം പൊട്ടിച്ചു. അവർ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫെൻസിംഗ് ഉണ്ട്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഫെൻസിംഗ് ഉണ്ട്, ഉണ്ട്. അതൊക്കെ എവിടെയും മറിച്ച് മരമൊക്കെ മറിച്ചിട്ടാണ് കിടക്കുന്നത്. അവിടെ എന്നാന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്തിട്ട് ഹാങ്ങിങ് ഇല്ല. അതുകൊണ്ടാണ് ആന അതിൽ വന്നിട്ട് ഇപ്പോഴത്തെ പറമ്പിലേക്ക് കിടക്കുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നടവയൽ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ്. നെയ്ക്കുപ്പയിലെ വന്യജീവി പ്രശ്നം, പ്രത്യേകിച്ച് കാട്ടാനയുടെ ബുദ്ധിമുട്ടൊക്കെ, കാട്ടാനയുടെ ശല്യമൊക്കെ നമ്മൾ നിരവധി തവണ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ടല്ല നമ്മളിവിടെ വരുന്നത്. ഒരു 20-ലധികം വീഡിയോസെങ്കിലും നമ്മൾ നെയ്ക്കുപ്പ പ്രദേശത്ത് നിന്ന് കാണിച്ചിട്ടുണ്ട്. നിരന്തരം കാട്ടാന ശല്യം ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീണ്ടും ആന ഈ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. നിരവധി ആളുകളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബുധനാഴ്ചയാണ്, ചൊവ്വാഴ്ച വെളുപ്പിന് ഇവിടെ 1-2 പറമ്പുകളിൽ ഇറങ്ങി തെങ്ങും മറ്റ് കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു പ്രദേശം ഒന്ന് കാണുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ദേവി പെരുവാടി. ഈ സ്ഥലം നെയ്ക്കുപ്പ അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് സംഭവിച്ചത്? ഒരു 4 മണി 3:30-4 മണി ആയിട്ടുണ്ട്. ഇന്നലെ വെളുപ്പിന്. അപ്പം താഴെ തോട്ടത്തിലേക്ക് കയറി. അപ്പം ഇന്ന് കയറിയിട്ട് അവിടെ പടക്കം പൊട്ടിച്ച് ഒരു ഫോറസ്റ്റുകാരെ വിളിച്ചായിരുന്നു. ഫോറസ്റ്റുകാർ വരുന്ന പടക്കം പൊട്ടിച്ച് നേരെ ഇങ്ങോട്ട് കയറി. ഇവിടുന്ന് കുറേ വാഴ, ഒരു 10-40 വാഴ ഉണ്ടായിരുന്നു. വാഴ കൊലയെല്ലാം അടിച്ച് പറിച്ച് പിണ്ടിയെ തിന്ന് കൊലകളെ മാറ്റി വെച്ചു. വള തിന്നില്ല. അത് കഴിഞ്ഞ് കയറി പോയ വഴിക്ക് തെങ്ങ് മറിച്ചത്. വലിയൊരു തെങ്ങാണ്. ഒരു 28-30 വർഷം പ്രായമുണ്ട്. നല്ല കായുള്ള തെങ്ങ. 30 വർഷം പഴക്കമുള്ള തെങ്ങ് അല്ലേ? അതെ, പ്രായമുള്ള തെങ്ങ. തെങ്ങ് ചവിട്ടി മറിച്ചായത്. തോടെ പൊട്ടി വീഴായത്. വേറടക്കം മറിഞ്ഞു വീഴായത്. മറിച്ചിട്ടേച്ച് ആ തെങ്ങ് മറിഞ്ഞ കൂടത്തിൽ ഒരു 4-5 കവുങ്ങുണ്ട്. കവുങ്ങും മറിഞ്ഞ് നാശമായി. തോട്ടം കാപ്പി കുറേ 2-3 കൊടിയും കാപ്പിയൊക്കെ പോയിട്ടുണ്ട്. ഒരു വരവിന് ഭയങ്കര നഷ്ടമല്ലേ? അതെ. സാധാരണഗതിയിൽ മുമ്പൊക്കെ മഴക്കാലത്ത് ചക്കയും മാങ്ങയൊക്കെ മൂക്കുന്ന സമയത്തായിരുന്നു വരുന്ന ചക്ക പറിച്ച് വാഴ പറിച്ച് പോവുകയുണ്ടായിരുന്നു. തെങ്ങ് ശല്യം ഇല്ലായിരുന്നു ഇവിടെ. പക്ഷേ നമ്മുടെ പറമ്പിൽ കഴിഞ്ഞ വർഷം ഒരു 2-3 തെങ്ങ്. ഈ ഭാഗത്ത് ഇടയ്ക്ക് ആന വരാറുള്ളതല്ലേ? അതെ. ഇത് മറ്റേ ഇവിടെ തൊട്ട് അടുത്ത് ഫോറസ്റ്റ് ഇല്ലേ? അതെ, ഫോറസ്റ്റാണ്. അപ്പോൾ ഇതൊന്നുമില്ല, വേലിയൊന്നുമില്ല. വേലിയുണ്ട്, ഫെൻസിംഗ് ഉണ്ട്, വേലിയുണ്ട്. അതൊക്കെ എവിടെയും മറിച്ച് മരമൊക്കെ മറിച്ചിട്ടാണ് കിടക്കുന്നത് അല്ലേ? പിന്നെ വേറെ എന്തൊരു ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ഉണ്ട്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകാത്തതുകൊണ്ട് ആനയ്ക്ക് പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെയല്ല. മെയിൻ റോഡ് ഉണ്ട്. ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ മെയിൻ റോഡ് ഉണ്ട്, പുൽപ്പള്ളി മെയിൻ റോഡ്. ആ റോഡിന് ഇപ്പുറത്ത് കിടക്കാം. മെയിൻ റോഡിൽ കൂടെ വരാമല്ലോ അല്ലേ? അതായത് പുൽപ്പള്ളി റോഡ് ഉണ്ടല്ലോ അല്ലേ? അതെ, പുൽപ്പള്ളി റോഡ്. ആ റോഡിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഇല്ല. ഇതിനകത്ത് കഴിഞ്ഞ വർഷം കുറഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട്. അവിടെ 2 പേരുണ്ട്, കാവൽക്കാരുണ്ട്. പക്ഷെ അവര് ഇന്നലെ ഉണ്ടായില്ല, അറിയത്തില്ല. അവര് മാറുന്ന സമയം നോക്കി പോലുമായിരിക്കും. അതെ. ഇത്രയും വലിയ ജീവിയല്ല തിന്നാൻ. അതിന് വയനാട് തിന്നാൻ വേണ്ടിയിട്ട് ആണ്. കാട്ടു തീറ്റ കുറവാണ്. ഈ വേനൽക്കാലമാണ്, വെള്ളവും കുറവാണ്. അതിന്റെ പേരിലാണ് നാട്ടിലേക്ക് കിടക്കുന്നത്. സംഭവം രാത്രി ചേട്ടൻ അറിഞ്ഞായിരുന്നോ സംഭവം ആന വന്നത്? ഇല്ല, അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. അത് അയൽവാസികൾ അറിഞ്ഞു. അവര് പടക്കം പൊട്ടിച്ചു. അവര് ഫോറസ്റ്റുകാരെ വിളിച്ചു. പടക്കം പൊട്ടിച്ചിട്ട് അറിഞ്ഞില്ല. പടക്കം കേട്ടെങ്കിൽ എവിടെയാണെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ പുറത്തിറങ്ങാൻ പറ്റിയല്ല, പടക്കം പൊട്ടിക്കാൻ കഴിയല്ല, പൊട്ടിക്കാൻ മാറാൻ പറ്റിയല്ല, പെട്ടെന്ന് ഓടി മാറാൻ പറ്റിയല്ലോ. അതെ. ഒരാന തന്നെയാണോ അതോ ഒന്നിലധികം ആന ഉണ്ടായിരുന്നു? ആനയാണ്, ഒരു കൂട്ടം ആനയാണ് പറഞ്ഞത് സാധാരണ വരുന്നത്. ഒരു കൂട്ടാനയാണ് ഇപ്പൊ ഈ പ്രാവശ്യം വന്നേ? ഒരു കൂട്ടം ആനയാണെന്ന് ഞാൻ ഒരാനയെ കണ്ടുള്ളൂ. ബാക്കി പറമ്പിലുണ്ടോന്ന് അറിയത്തില്ല. ബാക്കിയുള്ളവർ പറയുന്ന അയൽവാസികൾ പറയുന്ന ഒരു കൂട്ടം ആനയാണ് എന്നാ പറയുന്നത്. താഴെ പറമ്പിലും തെങ്ങ് കവുങ്ങൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. താഴെ കളഞ്ഞിട്ടുണ്ടല്ലേ? ആരുടെ പറമ്പിലാ? അത് വിറ്റതാണ്. ബാംഗ്ലൂരുകാരനും ഡോക്ടറുടെ സ്ഥലത്താണ് ഇപ്പോൾ. അവിടെ സ്ഥിരം ഇറങ്ങുന്നതാണല്ലോ അല്ലേ? അതെ, സ്ഥിരം ഇറങ്ങുന്ന ഭാഗമാണ്. അവിടെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ അല്ലേ? അതെ. ആ ഫോറസ്റ്റിന്റെ സൈഡിൽ തന്നെ, ഫോറസ്റ്റിന്റെ ബൗണ്ടറി തന്നെയാണ്. അതെ. അപ്പം അവിടെ നിന്ന് കടന്നാണ് നേരെ, അവിടെ നശിപ്പിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് കയറിയത്. ഇങ്ങോട്ട് വന്നല്ലേ? അവർ പടക്കം പൊട്ടിച്ചപ്പോൾ അവരറിഞ്ഞ് പടക്കം പൊട്ടിച്ചപ്പോഴാണ് നേരെ ഇങ്ങോട്ട് കടന്നത്.
ഞങ്ങൾ ഒരാളറിഞ്ഞാൽ എല്ലാവരെയും ഒന്നും കൂവി അല്ലെങ്കിൽ ഫോൺ വിളിച്ച് തന്നെ അറിയിക്കുന്ന കണ്ടീഷനാണ് ഉള്ളത്. എല്ലാവരും സഹകരിച്ച് പിന്നെ ഒറ്റപ്പാടുണ്ടാക്കി കയറ്റി പടക്കം പൊട്ടിച്ച് കയറ്റി വിടുന്ന കണ്ടീഷൻ, ഓടിക്കുന്ന കണ്ടീഷനാണ് ഉള്ളത്. ആണല്ലേ? വലിയ ബുദ്ധിമുട്ടല്ലേ ഇപ്പം ഇതിങ്ങനെ? വലിയ ബുദ്ധിമുട്ടാണ്. കൃഷി ചെയ്തൊന്നും കൊണ്ടാൻ പറ്റിയല്ലേ? ഇല്ലില്ല, ഒരു കാട്ടുപന്നി ശല്യമുണ്ട്, കിഴങ്ങുമാർക്ക് ഒന്നും പറ്റിയാൽ. മാനും കുരങ്ങും ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി ആയതിൻ്റെ പേരിൽ നമുക്കൊന്നും കൃഷി ചെയ്ത് ഭക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷനാണ്. എനിക്ക് ഫെൻസിങ്ങിൻ്റെ പണി സ്തംഭിച്ച് പോയിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ? കുറേ ആയി. അത് പൂർത്തിയാകാത്ത വലിയൊരു ബുദ്ധിമുട്ടല്ലേ? അതെ. ഈ കഴിഞ്ഞ ഡിസംബറിൽ തീർക്കാന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പല കരാറുകാരൻ മാറി വേറെ പാതി ഏൽപ്പിച്ചു. അവർ പണി പൂർത്തിയാക്കിയിട്ടില്ല. അവരുടെ പണി പൂർത്തിയാകുമ്പോഴത്തേക്ക് ഏകദേശം പറമ്പൊക്കെ തീരും. അതെ. കുറച്ചാരെ അറിയിച്ചായിരുന്നോ? പക്ഷേ അറിയിച്ചു. കുറച്ചാൽ വന്ന് നോക്കി, ഇന്നലെ വന്ന് നോക്കി അവർ പോയി അപേക്ഷ കൊടുത്തു എന്നാണ് പറഞ്ഞു. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുന്നത് എത്ര ഇതാണ് കായ്ഫലം ഉള്ളതാണ് 750 രൂപ അവർ തെങ്ങിന്. എങ്ങനെ തരുന്നത് അല്ലേ? നമ്മൾ എത്ര നഷ്ടം കൊടുത്താലും അവർക്കൊരു പരിധിയുണ്ട്. അതെ. അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല. ഫോറസ്റ്റുകാർ നമ്മൾ ചെറിയ പറഞ്ഞിട്ടും കാര്യമില്ല. അതെ. അവർ നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥന്മാരല്ലേ, നമ്മളെക്കാളും കഷ്ടമായിട്ട് അവരുള്ളത്. രാത്രിയും പകലും അവർ നോക്കണ്ടേ. വന്യമൃഗങ്ങൾ നന്നായിട്ട് പെരുകിയിട്ടുണ്ടല്ലേ? അത് ഇഷ്ടം പോലെ ഉണ്ട്. പന്നിയും മാനൊക്കെയാണെങ്കിൽ മാനൊരു കൂട്ടമായിട്ടായിരുന്നു. ഇപ്പം കുരങ്ങും ഇന്നലെ ഇവിടെ പറമ്പി വന്ന് പച്ചക്കറി കുറച്ചുണ്ടായിരുന്നു മുറ്റത്തിന് സൈഡ്. അതെല്ലാം വലിച്ചു പറിച്ച് തിന്നച്ച പോയത് 10-20 എണ്ണമുണ്ട്. എല്ലാ സാധനം വരുന്നില്ല? എല്ലാ സാധനം വരുന്നു. ഇതിന് മുന്നേ നടന്നിട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ? നഷ്ടപരിഹാരം ഒരു 4 വർഷം മുമ്പ്, പിന്നെ 22 കൊടുത്തു, 23 കൊടുത്തു. അതിൻ്റെ ഒന്നും ഒരു പരിഹാരവും ആയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ വർഷം കൊടുത്തതാണ്. ഇതുപോലെ 2 തെങ്ങ്, 2 കായുള്ളതൊന്നും കായില്ലാത്തത് 2-3 തെങ്ങ് കളഞ്ഞിട്ട് ഞാൻ അപേക്ഷ കൊടുത്തതാണ്. അതുകൊണ്ട് ഇതും കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ലല്ലേ? ഇത് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് അപേക്ഷ എന്തായാലും കൊടുക്കണം. ഇപ്പം ഇന്നലെ കളഞ്ഞാൽ ഇന്നേ അപേക്ഷ കൊടുക്കുന്നില്ല. ഇന്നലെ 2 ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. ഈ നാളെ വരുമെന്ന് അറിയത്തില്ലല്ലോ. അതെ. ഇന്ന് രാത്രി വന്നായിരുന്നു? ഇല്ലല്ലോ, ഇന്ന് രാത്രി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. കുറച്ച് പോയി നോക്കി. അല്ല, വേറെ ഭാഗത്ത് ഇറങ്ങിയിട്ടില്ലേ? വേറെ ഭാഗങ്ങളിൽ പടക്കം കേട്ടു. പക്ഷേ അവർ കാവൽ സംഘടിപ്പിക്കാൻ അവർ പറഞ്ഞു. ഇന്നലെ വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർ കാവൽ എടുത്താൽ പടക്കവും ഇതൊക്കെ ആയിട്ട് പേടിപ്പിച്ച് വിടാനുള്ള കണ്ടീഷനിൽ അവർ കാവലുണ്ടാവും എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ട് ഇന്നലെ പോയത്. അതിലും പേടിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? അതെ. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസമുള്ളതാണ്? യാത്രയൊക്കെ വരുന്ന സമയത്ത് ഒരു 10-70 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. അതെ. അന്നൊക്കെ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, അന്ന് എല്ലാ കൃഷിയും നമുക്ക് ചെയ്ത് നമുക്ക് ഭക്ഷിക്കാം. എല്ലാ കിഴങ്ങ് വർഗ്ഗവും കപ്പയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് ഭക്ഷിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനുള്ള എല്ലാ സാധനവും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയല്ലേ? ഒന്നും മേലാത്ത കണ്ടീഷനാണ്. നമ്മൾ ഇതിലിങ്ങനെ കയറിയാൽ അതില്ലേ? നമ്മളേതായാലും ആ ചേട്ടൻ്റെ പറമ്പൊന്ന് കാണാനായിട്ട് പോവുകയാണ്. ചേട്ടന് ശാരീരികമായി ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് നമ്മളൊന്ന് സ്വന്തം നിലയ്ക്ക് നമ്മൾ തന്നെ ഒന്ന് നടന്നു പോയി കാണാനായിട്ടുള്ളൊരു ശ്രമമാണ് കേട്ടോ. പറമ്പിൻ്റെ ഒരവസ്ഥ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ കിടക്കുന്ന കവുങ്ങുകളൊക്കെ പലതവണയായിട്ട് ആനകൾ വന്ന് നശിപ്പിച്ചിരിക്കുന്നതാണ്. എല്ലായിടത്തും വീടുകളുണ്ടോ കേട്ടോ. ഇവിടെ വീടുണ്ട്, തൊട്ടപ്പുറം ഉണ്ടോ കവുങ്ങുകളൊക്കെ മറിച്ചിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം. സ്ഥിരമായിട്ട് ആന ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു അറുതി വരുന്നില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് കേട്ടോ. തെങ്ങ് കിടക്കുന്നുണ്ടോ കണ്ടോ? തെങ്ങിൻ്റെ കുറ്റികൾ എത്ര എണ്ണ പറഞ്ഞേക്കാന്നറിയാം. കളഞ്ഞാലേ ഇതങ്ങ് കളഞ്ഞല്ലേ? ഇവിടെ അടുത്ത തെങ്ങ് പറമ്പിലോട്ട് നോക്കിയാൽ നമുക്ക് നിറയെ തെങ്ങൊക്കെ കാണാം കേട്ടോ. ചേട്ടൻ വരുന്നുണ്ട് മുകളിലേക്ക്? ആണല്ലേ? ചേട്ടൻ പറഞ്ഞ ഞാൻ പോയി കണ്ടോളാം. ഇതിലെങ്ങനെ അറിയാം? അതിലാ ആണ് ഇതിലിങ്ങനെ ഇങ്ങനെ വന്നല്ലേ? അതാ ആണ് ഈ വഴിയായിട്ട് വന്നതാ. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തെളിവ് വേണ്ടവർക്ക് തെളിവ് ആവോളം കാണാം കേട്ടോ. ആനപ്പുണ്ടം, നിറയെ ആനപ്പുണ്ടം. ഈ വഴി ഇങ്ങനെയാണ് ആന വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിലേ കയറിയ ഇങ്ങനെ കയറിയ, പക്ഷെ അതിലേ ഇറങ്ങിയ മാനുണ്ടല്ലോ. മാനാ? ഓഹോ. ഇതിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്കോട്ടെ കയറിയ.
പോയിക്കോ ഇതാട്ടോ കറിവേപ്പില ചിട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തെങ്ങായിട്ടും കവുങ്ങായിട്ടും കവുങ്ങുകൾ കിടക്കും, വാഴ. ചേട്ടൻ പറഞ്ഞ ആ തെങ്ങാണിത്. ആ തെങ്ങ് വീണ വീഴ്ചയ്ക്ക് കവുങ്ങുകളും പോയേക്കും കേട്ടോ. കുറേ തേങ്ങ ഉണ്ടായിരുന്നു, ആ തേങ്ങയൊക്കെ ഒരു പറക്കി എടുത്തതാണ്. നിറയെ തേങ്ങ ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നത് ഇന്നലെ വെളുപ്പിനാണ്. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു ബുധനാഴ്ചയാണ്, ചൊവ്വാഴ്ച വെളുപ്പിനാണ് സംഭവം നടന്നത്. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു. ഇതല്ല തെങ്ങ് കിടക്കുന്നുണ്ടോ? ഈ തെങ്ങിൻ്റെ അറ്റത്തെ ഒരു സാധനം തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തെങ്ങ് മൊത്തം മറിക്കുന്നത് കേട്ടോ. അതായത് കള്ള് ചെത്തുകാർ നമ്മൾ തെങ്ങിൻ്റെ കൂമ്പ് ചെത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സാധനം. ഇതേപോലെയുള്ള ഈ ഒരു സാധനം തിന്നാനായിട്ടാണ് ഇതേതാണ് ഈ കള്ളൊക്കെ ചാടി വരുന്നത്. അപ്പോൾ ആ കൂമ്പ് തിന്നാനായിട്ടാണ് ആന വരുന്നത് കേട്ടോ. ഈ ഒരു കൂമ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും പഴക്കമുള്ള തെങ്ങ് ആന മറിക്കുന്നത്. വിശ്രമത്തിന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒറ്റ രാത്രി കൊണ്ടാണ് ചെയ്തവരാണ്. ആ തെങ്ങിൻ്റെ കൂടെ തന്നെ നല്ല ഒന്നാം തരം ഒരു കവുങ്ങും കൂടെ മറിഞ്ഞു പോയിരിക്കും. ഒരു കവുങ്ങല്ല, വേറെയും കവുങ്ങുകൾ പോയിട്ടുണ്ട്. തൈക്കവുങ്ങിൻ്റെയും മണ്ടയൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുക. താഴെ ഭാഗത്തു നിന്നാണ് ആന ഇങ്ങോട്ട് ഓടിച്ചു വിട്ടത്. നേരെ കയറി ഇങ്ങോട്ട് വന്നു. ഈ തെങ്ങാണ് ആന ഓട്ടി മറിച്ചത് കേട്ടോ. ആന കുത്തിയ പാട് നമുക്കിവിടെ കാണാം. ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് അങ്ങനെ പോയാൽ ഒരു 5-6 മീറ്റർ ഉയരത്തിൽ ഉള്ള വലിയ ആന തന്നെയാണ്. ആ ഒരു ലെവലിലാണ് കുത്തു വന്നിരിക്കുന്നത് കേട്ടോ. ചൂടോടെ പിഴുത് കളഞ്ഞിരിക്കുകയായിരിക്കും. ഇത്തരം കാഴ്ചകളൊന്നും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല. എങ്കിൽ പോലും പറമ്പിലുള്ള ഓരോ തെങ്ങ് പോകുമ്പോഴും ഓരോ കർഷകന് വലിയ പ്രയാസം തന്നെയാണ്. ഇതൊക്കെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു. ആ ചേട്ടൻ്റെ അച്ഛൻ്റെ കാലത്ത് വന്ന പ്രദേശമാണ്. അവിടെയുള്ള 10-30 വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ ഇങ്ങനെ പോകുകയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമമുണ്ടാകും. അത്രയും വർഷം അവർക്ക് തേങ്ങ തന്ന ഒരു തെങ്ങ് മറിച്ചിടുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസം തന്നെയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ വാർത്ത മാത്രമായിരിക്കും, അവരെ സംബന്ധിച്ച് അത് വലിയ വിഷയം തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ ആ തെങ്ങ് മറിച്ചിട്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ നമുക്കിവിടെയൊക്കെ ഇതേപോലെ ആന കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ആനക്കൊണ്ടൊക്കെ കാണാം. നെക്കുപ്പ പ്രദേശത്ത് ഏതാണ്ട് 5-6 ദിവസത്തോളമായി ആന ചെക്ക് പോസ്റ്റ് ഭാഗം മുതൽ ഉള്ള വീടുകളിലെല്ലാം കയറി കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്രാഷ് ഗാർഡ് ഫെൻസിങ് ഉടൻ കഴിഞ്ഞ ഡിസംബറിൽ തീർക്കും എന്ന് MLA ഉറപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ അതും നടന്നില്ല. അതിനുശേഷം ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടു. അത് ഒരു 6-7 മാസത്തേക്ക് വലിയ ശല്യമില്ലായിരുന്നു. ഇപ്പം നിരന്തരമായി 6 ദിവസത്തോളമായി എല്ലാവരുടെയും കൃഷിയിടങ്ങളിൽ കയറി ഉള്ള തെങ്ങ്, വാഴ, കവുങ്ങ് ഇതെല്ലാം ആന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിൻ്റെ അനാസ്ഥ ഇതിനു മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഇതിന് ശാശ്വത പരിഹാരം ഉടനടി കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായൊരു കർഷക പ്രക്ഷോഭത്തിന് ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായി ക്രാഷ് ഗാർഡ് ഫെൻസിങ് പൂർത്തീകരിക്കുകയും ചെക്ക് പോസ്റ്റ് വഴി മെയിൻ റോഡാണ് ഇപ്പോൾ ആന ഇങ്ങോട്ട് കടന്നു വരുന്നത്. മെയിൻ റോഡാണ് വരുന്നത്. അവിടെ എന്നാന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്തിട്ട് ഹാങ്ങിങ് ഇല്ല. അതുകൊണ്ടാണ് ആന അതിൽ വന്നിട്ട് ഇപ്പോഴത്തെ പറമ്പിലേക്ക് കിടക്കുന്നത്. അതിന് തക്കതായ പരിഹാരം
സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഉടനടി ഈ പ്രദേശങ്ങളിൽ കാവൽക്കാരെ ആക്കണമെന്നും ആണ് ഈ പ്രദേശങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മൾ നെയ്ക്കുപ്പ പ്രദേശത്ത് വന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാന കാട്ടിക്കൂട്ടിയ അതൊക്കെ നമ്മൾ കണ്ടു. ഒരു വലിയ തെങ്ങ് തന്നെയാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, പല പറമ്പുകളിലും ആന ഇതുപോലെ തന്നെ കയറി നശിപ്പിച്ചിട്ടുണ്ട്. 1-2 ആളുകളുടെ പറമ്പിൽ കൂടെയൊക്കെ കയറി നശിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഫെൻസിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതാണ് ഇതിന് ആനകൾ ഇങ്ങോട്ട് കടക്കാനായിട്ട് കാരണം. ഇത് നമ്മൾ ഇതിനു മുന്നേ പല എപ്പിസോഡുകളിലും നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തിയായിട്ടുമില്ല. അത് ഒരു പാതി വഴി നിൽക്കുകയാണ്. അതും വലിയ ഒരു വിഷയമാണ്. തൂക്കുവേലി ഓൾറെഡി ഫെയിലിയറാണ്. അതിൻ്റെ കൂടെ ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങും കൂടെ പണിയുന്നുണ്ടായിരുന്നു. അതാണ് ഈ പണി പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആനകൾക്ക് കടന്നു പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇനി അഥവാ ഈ ആനകൾ കടന്നു പോരുന്ന തോടിൻ്റെ അവിടെയൊക്കെ കാവലേർപ്പെടുത്തിയാൽ പോലും ആന റോട്ടിലൂടെ നടന്നു വരും. അതായത് നടവയൽ പുൽപ്പള്ളി റോഡിലൂടെ നടന്ന് വന്ന് ഈ പറമ്പുകളിൽ കൂടെയൊക്കെ കയറും കേട്ടോ. നെയ്ക്കുപ്പ എന്ന് പറയുന്നത് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറമ്പുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വർഷങ്ങളായിട്ട് ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഇത്രയും കൃഷിയൊന്നും ഏതായാലും ആളുകൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളുകൾ ഇവിടെ ചെയ്യില്ല. പക്ഷേ ഇത് തികഞ്ഞ അനാസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. കാരണം അത്രത്തോളം കൃഷികൾ ഇവിടെ ആളുകളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.